നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്തൊരു നിശബ്ദതയിലാണിപ്പോൾ കേരളം. മകനെ നഷ്ടപ്പെട്ട ഒരച്ഛൻ നെഞ്ചു പിടയുമ്പോഴും പൊരുതാനിറങ്ങി നിൽക്കുകയാണ്. കേരളം കാഴ്ചക്കാരായി മാറി നിൽക്കുന്നു. പ്രതിഷേധ പ്രസംഗങ്ങൾ അത്രയും ചാനൽ മുറികളിലാണ്. പല അവതാരകരുടെയും പേരൊക്കെ വിളിച്ച് ആക്രോശിച്ച് തൊണ്ട കീറി കേരളത്തിലെ യുവാക്കളും അല്ലാത്തവരുമായ നേതാക്കളൊക്കെ പ്രക്ഷോഭം ഘടിപ്പിക്കുകയാണ്. കൊന്നവനും കൊല്ലിച്ചവനും കൂട്ടുനിൽക്കുന്ന ചാനലുകളും അവതാരകരുമുണ്ട്. രാവിലെ കുതിരപ്പുറത്തേറിയ ഒരു അവതാരകൻ നടക്കുന്നുണ്ടല്ലോ, ഒരു പ്രൊഫസറായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, ആ കേരള സർവകലാശാലയുടെ ഒരു ഗതികേട്. ഇങ്ങനെ ഒരു നമ്മുടെ പഴയിടത്തെ വകയിരുത്താൻ ശ്രമിച്ച ഒരു പ്രൊഫസർ, ഒരു ഓച്ചനുണ്ടല്ലോ, ആ ഓച്ചൻ രാവിലെ കുതിരപ്പുറത്ത് കയറി ഇറങ്ങിയാണ് വരുന്നത്. ഇതെവിടെയുണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ ഈ വാർത്താ അവതാരകർ? ഇതാണോ ഒരു വാർത്തയുടെ രീതി എന്ന് പറയുന്നത്? എല്ലാവരും വട്ടമിരുന്ന് പരസ്പരം പുലഭ്യം പറയുന്നു. അന്നന്നത്തെ പ്രതിഷേധത്തിൻ്റെ റേറ്റിങ്ങിൽ കണ്ണും നട്ട് ചാനലുകാരും ഇരിക്കും. എരിവും പുളിയും ഒക്കെ നിറച്ച് അരങ്ങ് വാഴുകയും ചെയ്യും. ഐക്യദാർഢ്യവും കണ്ണീരൊപ്പലും സോഷ്യൽ മീഡിയയിലെ പോർവിളിയുമാണ് പ്രതിഷേധത്തിൻ്റെ മറ്റു മാതൃകകൾ. നെടുമങ്ങാട് സിദ്ധാർത്ഥൻ്റെ വീട്ടിലേക്ക് നേതാക്കളുടെ യാത്രയാണ്. അവിടെയുമുണ്ട് ചാനലുകാർ. പ്രഖ്യാപനങ്ങൾ, കൂടുതൽ ലൈക്കിങ്, ഷെയറിങ്, വൈറലാകുന്നതിന്. ഇതെല്ലാം ഒന്നാം തരം ശുദ്ധ പ്രഹസനങ്ങൾ തന്നെയല്ലേ? ഒരച്ഛനാണ് ഹൃദയം നൊന്ത് ചോദിക്കുന്നത്, ഞാൻ ഗൾഫിൽ കഷ്ടപ്പെട്ടത് അവൻ ആഹാരം നൽകാനായിരുന്നു. വെറും വയറോടെയാണ് അവരെൻ്റെ മകനെ കൊന്നുകളഞ്ഞത്. മരിക്കും മുമ്പ് ഒരിറ്റു വെള്ളം എന്തേ എൻ്റെ കുഞ്ഞിന് കൊടുത്തില്ല? കേട്ടിട്ട് പൊള്ളുന്നില്ലേ ഇന്നാട്ടിലെ അച്ഛന്മാർക്കും അമ്മമാർക്കും? നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ ആര് വരുമെന്നാണ് കരുതുന്നത്? പശ്ചിമ ബംഗാളിലെ സന്ദേശ് കാലിയിലേക്ക് നോക്ക്. കല്ലും വടിയും കയ്യിൽ കിട്ടിയതുമെല്ലാം എടുത്ത് ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവിലാണ്. മാർക്സിസ്റ്റ് പ്രേതങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടായ തൃണമൂൽ കോൺഗ്രസിൻ്റെ ക്രിമിനൽ വാഴ്ച പൊറുക്കാതായപ്പോഴാണ് അവർ പൊട്ടിത്തെറിച്ചത്. വിവരസാങ്കേതിക വിദ്യയുടെ വിപ്ലവം പൂത്തുലഞ്ഞിട്ടും സന്ദേശ് കാലിയിലെ കൊടും ക്രൂരതകൾ ലോകമറിഞ്ഞത് വൈകിയാണ്. പക്ഷേ അവിടുത്തെ അമ്മമാർക്കൊപ്പം ബംഗാൾ ശൗര്യം കാട്ടി. അവർ പ്രതിഷേധിച്ചു. എംപിമാരും പ്രതിപക്ഷ നേതാക്കളും സന്ദേശ് കാലിയിലേക്ക് കുതിച്ചെത്തി. പോലീസിനോടും സർക്കാരിനും നേർക്കുനേർ പൊരുതി. തല്ലുകൊണ്ടു, ജയിലിൽ പോയി. ഗവർണർ CV ആനന്ദബോസ് അന്ത്യശാസനം നൽകി. ഇളകാത്ത പാറയും ഇളകി. നിൽക്കക്കള്ളിയില്ലാതെ മമത രക്ഷ തേടി നെട്ടോട്ടമോടി. വിമോചന സമരം കണ്ട നാടാണ് കേരളം. മാറാടും നിലയ്ക്കലും ശബരിമലയും ഒക്കെ നിലയ്ക്കാത്ത സമരവേലിയേറ്റങ്ങൾ കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച നാട്. മുഖ്യമന്ത്രിമാരെ വഴിയിൽ തടഞ്ഞിട്ടുണ്ട്, പരസ്യ വിചാരണ ചെയ്തിട്ടുണ്ട്, ഭരണസിരാ കേന്ദ്രം പ്രക്ഷോഭത്തിരയിൽ ആടി ഉലഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സ്വപ്നയെയും സരിതയെയും മുൻനിർത്തി നടത്തിയ സമരത്തിൻ്റെ ചൂട് പോലും അവർ മറ്റെന്തിനോ അടവച്ചിരിക്കുന്നു. ഏത് മുട്ട വിരിയിക്കാനാണ് നിസ്സംഗത എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കുട്ടനാട്ടിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന സന്ദേശത്തിൽ പറഞ്ഞത് എന്താണ്? ഞാൻ മരിക്കുകയാണ്, നിങ്ങൾ എൻ്റെ മരണം കൊണ്ട് സമരം ചെയ്യണം എന്നാണ്. എന്നിട്ടോ 2 ദിവസത്തെ ചർച്ചയിലൂടെ ചർച്ചിച്ചത് മാത്രം ബാക്കി. എല്ലാ പ്രതിഷേധവും ഒഴുകിപ്പോകുന്ന അഴുക്ക് ചാലുകളായി മാറുകയാണ് നമ്മുടെ ചാനൽ ന്യൂസ് റൂമുകൾ. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ലാതാവും. കേരളത്തിൻ്റെ സമരവീര്യമെന്ന് പറയുന്നത് സ്വാർത്ഥത കൊണ്ട് വന്ധ്യംകരിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. എച്ചിൽ തീനികളായ കുറേ കവികളെയും കഥാകൃത്തുക്കളെയും മുന്നിൽ നിർത്തി അധികാരം ആഭാസമാക്കി വളർത്തിയവർ പിന്നെയും ന്യായീകരണത്തിൻ്റെ വശങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കും.